കഴിക്കാൻ നല്ല സാധനവും എനിക്ക് ഫിഷ് കിട്ടണ കുഞ്ഞിലെ കഴിച്ചിട്ടാണ്. ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പഴങ്കഞ്ഞി റെഡിയാക്കാനായിട്ടുള്ള തിരക്കിലാണ് കേട്ടോ. ഇത് രാത്രിയാണ് ഞങ്ങൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അന്ന് വെച്ച ചോറ് ബാലൻസ് ഉണ്ടായിരുന്നത് ഞാൻ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ മൺപാത്രത്തിലേക്ക് മാറ്റുവാണ് കേട്ടോ. മൺപാത്രം ഇല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും പാത്രമായാലും മതി. ഇതിപ്പോൾ മൺപാത്രം ഇങ്ങനെ ചെറിയ പാത്രമാണ് 2 എണ്ണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് നമ്മൾ കഴിക്കാനുള്ള പാകത്തിന് തന്നെ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല ചൂടാണല്ലോ ചെന്നൈയിൽ. അപ്പോൾ നമുക്ക് ഈ കഞ്ഞി ഇങ്ങനെ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. നമുക്ക് നല്ല തണുപ്പ് കിട്ടുമല്ലോ ശരീരത്തിന്. അതുകൊണ്ട് ഞങ്ങൾ ഈ ചൂട് സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ കഞ്ഞി കുടിക്കും. പക്ഷേ കഞ്ഞിവെള്ളമല്ല ഇതിന് ചേർക്കുക, സാധാരണ തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത്. കഞ്ഞിവെള്ളം കുറച്ചും കൂടെ ഫാറ്റല്ലേ, അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് സാധാരണ വെള്ളം ഒഴിച്ച് വയ്ക്കും. അതിപ്പോൾ നമുക്ക് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഞ്ഞിവെള്ളമാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പറ്റുന്ന രീതിയിലാണല്ലോ നമ്മൾ ചെയ്യാം. അപ്പം ഞാനിങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. ഇതുപോലെ അടച്ചു വയ്ക്കും. ചുമ്മാ ഒന്നും ഇടില്ല, വേറെ ചോറും വെള്ളവും മാത്രം. എന്നിട്ട് നമ്മൾ രാവിലെ വേണ്ട സാധനങ്ങൾ മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ തൈര് ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മീൻ വറുത്തതും അങ്ങനെ ഉണക്കി മീനൊക്കെ കൂട്ടി കഴിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ഈ തൈരും ഇതും പിന്നെ ഉള്ളി ഞരടി അതും കൂടെ ചേർത്ത് മാത്രം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും കുറഞ്ഞ ഉപ്പുമാണ് നല്ലത്. നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയ, അത് നല്ല ബാക്ടീരിയാസ് ഉണ്ടല്ലോ, അതിന് ഏറ്റവും നല്ലത് ഇത്രയും മാത്രം കഴിക്കുന്നതാണ്. പിന്നെ അച്ചാറ് നമ്മൾ സാധനങ്ങൾ വേറെ ഇതെല്ലാം നമ്മൾ കൂട്ടി കഴിക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടം. ഏറ്റവും ഗട്ട് ഹെൽത്തിന് നല്ലത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നാളത്തേക്ക് തൈര് ഇത്തിരി കുറവായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രിഡ്ജിൽ. അപ്പോൾ എന്നാൽ അതും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാത്രി തന്നെ ഞാൻ ഒഴിച്ച് വയ്ക്കാണ് കേട്ടോ. അപ്പോൾ നാളെ രാവിലത്തേക്ക് അധികം പുളിയില്ലാത്ത നല്ല തൈര് കിട്ടും. അധികം പുളിയില്ലാത്ത തൈരാണ് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഞാനിതുപോലെ ഗ്ലാസ് ബോട്ടിൽസിലാണ് തൈര് ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഇവിടെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന തൈര് ആർക്കും ഇഷ്ടമല്ല. നമ്മൾ സാധാരണ പാക്കറ്റ് പാലാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. നേരത്തെ നമ്മൾ സാധാരണ ഈ വീടുകളിൽ നിന്ന് വാങ്ങിക്കില്ല, അങ്ങനെ വാങ്ങിച്ചിരുന്നു. ഇപ്പോൾ അത് കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്തേക്കുക, കാരണം ഒട്ടും കൊഴുപ്പില്ല കേട്ടോ പാലിന്. അപ്പോൾ ഇപ്പോൾ കവർ പാൽ തന്നെയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല തൈര് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാവിലെ നമുക്ക് നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമുക്ക് തന്നിട്ടുണ്ട്, അങ്ങനെ നമ്മൾ പറഞ്ഞു വിട്ടിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. ഒരു വീട്ടിലുണ്ടായ മാങ്ങയാണ്, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുതരുന്നതാണ് കേട്ടോ. അപ്പോൾ 300 രൂപക്ക് വാങ്ങിച്ചു. നല്ല മാങ്ങയാണ്. ഇതിപ്പോൾ ഒരു സെറ്റ് വാങ്ങിച്ച് നമ്മൾ പഴുത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഇനി വേണമെന്ന് പറഞ്ഞപ്പോൾ ആക്ക കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ അതാ കഞ്ഞി കുടിക്കാൻ പോവാണ്. ഷൈച്ചേട്ടനാണ് കേട്ടോ റെഡിയാക്കണത് കഞ്ഞി. ഉള്ളിയൊക്കെ ചതച്ചാണ് ഞാനാണ് ഇടുന്നതെങ്കിലും ആളതേ നേരെ രണ്ടിലും ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഷൈച്ചേട്ടൻ ഇത്തിരി അച്ചാറെടുത്തു, മാങ്ങ അച്ചാർ. ഇത് വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആൾ കഴിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ അച്ചാർ വേണം. ഇന്നലെ ഉണ്ടാക്കിയ രസം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഞാൻ അത് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് രസം കൂട്ടി കഴിക്കാൻ പോവാണ് ഞാൻ. അപ്പോൾ നന്നായിട്ടിങ്ങനെ ഞെരടിയിട്ട് നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല തണുപ്പുമാണ്. കുറച്ച് നേരത്തേക്ക് നല്ല വയറിനൊക്കെ നമുക്ക് ഇറങ്ങിപ്പോകുന്ന അറിയാൻ പറ്റും. ഈ മൺപാത്രത്തിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ 2 പാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഞങ്ങൾ കലം ചട്ടിയൊക്കെ വാങ്ങിക്കാനായിട്ട് പോയപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പം അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാൻ കഴിക്കാൻ പോകുന്ന സാധനമാണിത്. കുറച്ച് രസവും കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ ഞെരടി കഴിക്കാം. ഈ ഉള്ളി ചതച്ചിട്ടിട്ട് പച്ചമുളകൊക്കെ ഇടും. എനിക്ക് രാവിലെ ഒന്നും അത്രയ്ക്കൊന്നും എരിവൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പഴങ്കഞ്ഞി ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ചെറുപ്പത്തിലേ ഒന്നും അങ്ങനെ അധികം പഴങ്കഞ്ഞി കുടിച്ചിട്ടില്ല. വീട്ടിൽ കഞ്ഞി അങ്ങനെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ രാവിലെ എന്നും പുട്ടായിരിക്കുള്ളൂ. എൻ്റെ ചെറുപ്പത്തിലേക്ക് എന്നും പുട്ടാണ്. അത് പുട്ടിന് ബോറടിക്കാതിരിക്കാനായിട്ട് കറി ഇങ്ങനെ മാറി മാറി വയ്ക്കും. ചെറുപയർ, കടല, ചെറുപയർ, വൻപയർ, പരിപ്പ്, പിന്നെ ഒരു ദിവസം പഴം, വേറൊരു ദിവസം ഏത്തപ്പഴം പുഴുങ്ങിയത്, അങ്ങനെ ഇങ്ങനെ മാറി മാറി കറികൾ വെച്ചുകൊണ്ടിരിക്കും. പുട്ടിന് മാത്രം യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടി ഗോതമ്പിൻ്റെ പുട്ടും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ പുട്ട് എനിക്ക് ചെറുതിലേക്ക് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എന്നും കഴിക്കുന്നതുകൊണ്ടേ
അപ്പോൾ അങ്ങനെ പിന്നെ 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 നമുക്ക് ആ ഒരു ഇതൊക്കെ മാറി. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എന്നാലും എല്ലാവർക്കും പുട്ട് തന്നെ മതി. എനിക്ക് തോന്നുന്നു എറണാകുളം കൊച്ചി ഭാഗത്ത് പുട്ട് ആണ് മിക്ക വീടുകളിലും ഉണ്ടാക്കിയിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു രാവിലെ. ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ എല്ലായിടത്തും പുട്ട് തന്നെ ആയിരിക്കുള്ളൂ. വല്ലയിടത്തൊക്കെയാണ് അപ്പം, ഇതൊക്കെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെയാണ് അപ്പവും അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം കഴിയുമല്ലോ, അപ്പോൾ ഇങ്ങനെ തയ്യാറെടുപ്പൊന്നും വേണ്ടല്ലോ, അതൊക്കെ കൊണ്ടായിരിക്കാം. പിന്നെ നമ്മുടെ സാധനങ്ങളുടെ ലഭ്യതയും അതൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കാം. എന്താണ് കറക്റ്റ് കാര്യം എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും മൊത്തം പുട്ടുമയായിരുന്നു പണ്ട്. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഷൈജേട്ടൻ മീനും ഇത്തിരി ചിക്കനും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ പോയി. ചിക്കൻ വാങ്ങിച്ചു. ചിക്കനൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മീനുണ്ട്. ഇത് പ്രാഞ്ഞിലും പിന്നെ മുള്ളൻ കുറിച്ചിൽ എന്ന് പറയില്ലേ, അതും കൂടെയാണ് കിട്ടിയിരിക്കണേ. നല്ല മീനാണ് കേട്ടോ. നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നമ്മുടെ ചെന്നൈയിൽ ഇപ്പോൾ ട്രോളിങ് നിരോധനമൊക്കെ കഴിഞ്ഞു രണ്ടാമത്. ഇപ്പം മീൻ പിടിച്ച് തുടങ്ങി. നമ്മുടെ നാട്ടിലിപ്പം ഈ ട്രോളിങ് നിരോധനം ആയത് കാരണം മീനൊക്കെ ഇത്തിരി കുറവായിരിക്കും എന്ന് തോന്നുന്നു. ഇവിടെ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഇവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ഇവിടെ ഇത് ഓപ്പൺ ആവുന്ന സമയത്ത് അതിന് തൊട്ട് മുന്നായിട്ട് നാട്ടിലത് ക്ലോസ് ചെയ്യും. ബോട്ടൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ എപ്പോഴും അങ്ങനെ ആ ഒരു സമയം ആ മീനിൻ്റെ ആ ഒരു പ്രജനനകാലം അത് ബേസ് ചെയ്തിട്ടാണല്ലോ അങ്ങനെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്കിവിടെ ഇപ്പം മീൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെയും കിട്ടുമായിരുന്നു, എന്നാലും ഇത്രയും നന്നായിട്ട് കിട്ടില്ലായിരുന്നു. ഇതിപ്പം അത്യാവശ്യം നമുക്ക് അന്ന് കുറച്ച് നാൾ മുന്നേ വരെ കിട്ടാത്ത മീനുകളൊക്കെ ഉണ്ട് ഇപ്പം. അപ്പോൾ എനിക്ക് മുള്ളനൊക്കെ ക്ലീൻ ചെയ്ത് ബാക്കിയുള്ളതെല്ലാം ക്ലീൻ ചെയ്തെന്ന് ഷൈച്ചേട്ടനാണ്. എനിക്ക് നഖത്തിന് അധികം നേരം വെള്ളത്തിലേക്ക് ഇങ്ങനെ മുക്കി പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് നഖത്തിനൊരു ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ എനിക്ക് പേടിയാണ്. അപ്പം ഷൈച്ചേട്ടൻ പറഞ്ഞു എന്നാൽ ഞാൻ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കെപ്പോഴും മീൻ ക്ലീൻ ചെയ്താണ് വാങ്ങിക്കാറ്. പക്ഷേ ഇത്രയും മുള്ളനൊക്കെ അവർ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ സമയം പോകില്ല. അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ അവർ ക്ലീൻ ചെയ്ത് കൊടുത്തില്ലായിരുന്നു. ഈ പ്രാഞ്ഞിയും മാത്രമേ ക്ലീൻ ചെയ്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഷൈച്ചേട്ടൻ ചെയ്തു തന്നു ബാക്കി. ഞാനപ്പോൾ ആ സമയം കൊണ്ട് മീനൊക്കെ ഈ വറുക്കാനായിട്ട് പുരട്ടി വയ്ക്കാവുന്നതൊക്കെ ഞാൻ പുരട്ടി വെച്ചു. പ്രാഞ്ഞി നമ്മളിപ്പോൾ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പ്രാഞ്ഞീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതിലും ആ ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. നല്ല പച്ച മീനായിരുന്നു. പ്രാഞ്ഞി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വറുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാട്ടോ. വെക്കുന്നതിലും എനിക്ക് കുറച്ചുകൂടെ പ്രാഞ്ഞീന് ഇഷ്ടം വറക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ വറുക്കുന്നതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ചേർക്കാറില്ല കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, ഒരു വളരെ കുറച്ച് വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങാനീരോ, വിനീഗറാണ് മിക്കവാറും ചേർക്കാറ്. അപ്പോൾ കുരുമുളക് പൊടി ചിലപ്പോൾ ഇത്തിരി കൂടുതലിടും ചില മീനുകളിലൊക്കെ. ഇതിലൊക്കെ ഞാൻ ഇത്തിരി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈസി ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ പ്രാഞ്ഞിയും ഞാൻ കറി വയ്ക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ എപ്പോഴും അരച്ചാണ് വയ്ക്കാറ്. ഇവിടെ അരച്ച് വയ്ക്കുന്ന ഷൈച്ചന് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പാല് പിഴിഞ്ഞ് വയ്ക്കാം എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എൻ്റെ അമ്മ വയ്ക്കുന്ന പോലെ കേട്ടോ ഞാൻ വയ്ക്കുന്നത്. അമ്മയാണ് ഇങ്ങനെ എല്ലാം ഉള്ളിയും ഒക്കെ ചതച്ച്, പച്ചമുളകും ഒക്കെ ചതച്ച്, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ച് വഴറ്റും. വെളുത്തുള്ളി അധികം ഇടാറില്ല. ചിലപ്പോൾ വെളുത്തുള്ളി അങ്ങനെ ഇടാറില്ല എന്ന് തോന്നുന്നു. ഇപ്പം നമ്മുടെ ഇവിടെ മീൻ തിളപ്പിക്കുമ്പോഴാണ് വെളുത്തുള്ളി ഇട്ടിരുന്നത്. അല്ലാതെ കറി വയ്ക്കുമ്പോഴൊന്നും പണ്ടൊന്നും വെളുത്തുള്ളി ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇഞ്ചി മാത്രമേ ഇടുള്ളായിരുന്നു. ഇപ്പോൾ ഞാനും ഇത്തിരി വെളുത്തുള്ളിയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊടികൾ ഡയറക്റ്റ് ഇടുന്നതിന് പകരമായിട്ട് നമ്മൾ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് ആ മസാല മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പിടിക്കില്ല. എന്നിട്ട് ഇതിങ്ങനെ വഴറ്റി അത്യാവശ്യം ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് പുളിയൊക്കെ ചേർത്ത് നമുക്ക് തിളപ്പിച്ച് കഴിയുമ്പോൾ മീനിടാം. അപ്പോൾ കുടംപുളിയൊക്കെ ഞാനിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേർക്കും കേട്ടോ. അപ്പോൾ ആ കുടംപുളി ഇങ്ങനെ ചൂടായി നല്ല പുളിയുടെ ആ പുളി അങ്ങോട്ട് അതിലേക്ക് ശരിക്കും ഇറങ്ങും. നമ്മൾ വേറെ വെള്ളം തിളപ്പിച്ച് വയ്ക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാലേ അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട്. അപ്പോൾ പണ്ട് അമ്മ വെച്ചിരുന്ന കറിയാട്ടോ ഇത്. ഇപ്പോഴും അമ്മ എപ്പോഴും ഈ പാല് പിഴിഞ്ഞ് വയ്ക്കാറുണ്ട്. എന്നാലും തേങ്ങയുടെ ലഭ്യതയൊക്കെ കുറഞ്ഞ സമയത്ത് അമ്മയും അവസാനം ഇത്തിരി തേങ്ങ അരച്ചൊഴിക്കുന്ന പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇപ്പം തേങ്ങയ്ക്ക് പണ്ടത്തെ പോലെയല്ലോ, ഭയങ്കര വിലയാണ്. നമ്മളുടെ വീട്ടിലൊക്കെ ആണെങ്കിലും ഒരു തെങ്ങൊക്കെ ഉള്ളൂ പാകെ. അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും തേങ്ങ ആണ് നമുക്ക് കിട്ടുള്ളൂ. ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കണം.
അപ്പോൾ തേങ്ങ പണ്ടത്തെ പോലെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാണല്ലോ. തേങ്ങയ്ക്ക് ഇപ്പോൾ നല്ല വിലയല്ലേ. അങ്ങനെ പണ്ട് എല്ലാത്തിലും തേങ്ങ ഇങ്ങനെ വാരി വാരി ഇടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് തേങ്ങ ഒരുപാട് ഇടരുതെന്നാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പാൽ പിഴിഞ്ഞ് വെക്കുകയാണ്. നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ നാടൻ മീനുകളൊക്കെ, ഇതുപോലത്തെ മീനുകളൊക്കെ പാൽ പിഴിഞ്ഞ് വെക്കണേ. ഈ മീനിനൊന്നും ഒട്ടും വേവില്ല കേട്ടോ. ഒരു 2 തള തിളച്ച് കഴിയുമ്പോൾ തന്നെ മീൻ വെന്തിട്ടുണ്ടാവും. പ്രാഞ്ഞീനൊക്കെ അങ്ങനെയാണ്. പ്രാഞ്ഞീൻ, മുള്ളൻ, പ്രത്യേകിച്ച് ഈ കുറിച്ചിലുണ്ടല്ലോ, അതൊക്കെ ഒരു 2 തള വരുമ്പോഴേക്കും മീൻ വെന്തിട്ടുണ്ടാവും. പിന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി വെറുതെ വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ചത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും. ഇതിപ്പോൾ ഈ പേസ്റ്റ് വെള്ളത്തിൽ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ വെക്കൂലേ, അപ്പോൾ കറിക്ക് ഇത്തിരിയും കൂടെ ഒരു കുറുകൽ കിട്ടും കേട്ടോ. അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട്. അപ്പം അവസാനം ഇത് കറി ഓഫാക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഒന്നാം പാലുണ്ടല്ലോ അതെടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതും കൂടെ ഒഴിച്ച് ഇറക്കുവാണ്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി അധികം തിളക്കൊന്നും വേണ്ട കേട്ടോ. ഒരു തിള വരുമ്പോഴേക്കും ഞാനങ്ങ് ഓഫ് ചെയ്യും. പിന്നെ ചട്ടിയുടെ ആ ചൂടിന് അങ്ങ് ഇരുന്ന് ഒരു ചെറുതായിട്ടൊന്ന് തിളച്ചോളും. അപ്പോൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ കറിവേപ്പില എൻ്റെ കയ്യിൽ തീർന്നു പോയിട്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടാതിരുന്നത്. കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി അടിപൊളി ലുക്കായേനെ. അപ്പം മീൻ കറിയിൽ ഇങ്ങനെ ഏറ്റവും അവസാനം കറിവേപ്പില ഒന്ന് ഞെരടി ഇടുമ്പോൾ അതിൻ്റെ ആ സ്മെല്ലും അതിലേക്ക് ഇറങ്ങും. പിന്നെ ആ ഒരു കാണാനും ഒരു കാഴ്ചയ്ക്ക് നല്ല അടിപൊളിയല്ലേ. പിന്നെ ഞാൻ പച്ചക്കറിയൊന്നും എനിക്ക് റെഡിയാക്കാനായിട്ട് ഈ മീൻ കൊണ്ടുവന്ന ദിവസം എനിക്ക് വേറെ ഒന്നിനും സമയം കിട്ടില്ല കേട്ടോ. ഇതെല്ലാം റെഡിയാക്കി ബോക്സിലാക്കി ഫ്രിഡ്ജിൽ കയറ്റുന്നത് വലിയൊരു പണി തന്നെയാണ്. എനിക്കാണെങ്കിൽ കുറച്ച് സമയം വേണം മീൻ ക്ലീൻ ചെയ്യാനൊക്കെ. അപ്പം ഞാൻ പയർ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇന്നലെ രാത്രി തന്നെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് പെട്ടെന്ന് വേവിച്ച് വെച്ചു. അതൊലത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഷൈച്ചേട്ടന് ഇഷ്ടമാണ് ഈ വൻപയർ ഇതുപോലെ ഇങ്ങനെ ഒരു ഒലത്ത് മാതിരി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പച്ചക്കറി എന്തെങ്കിലും വേണം, പച്ചക്കറിയോ പയറോ അങ്ങനെ എന്തെങ്കിലും വേണം. മീൻ മാത്രമായിട്ട് കറി കൂട്ടി കഴിക്കാനായിട്ട് എനിക്കും ഒരു ഇഷ്ടമല്ല, ഷൈച്ചേട്ടനും ഇഷ്ടമല്ല കേട്ടോ. എന്തെങ്കിലും പച്ചക്കറി ഞങ്ങൾ ഉണ്ടാക്കും. എന്തിനെങ്കിലും മെഴുക്ക് വരട്ടിയോ തോരനോ അങ്ങനെ എന്തെങ്കിലും കരുതും. അല്ലെങ്കിൽ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ചോറ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ റെഡിയാക്കി ടേബിളിൽ അങ്ങ് നിരത്തി. ഈ മീൻ വറുത്തതിൻ്റെ കൂടെ ഇങ്ങനെ സവോള കട്ട് ചെയ്ത് കഴിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാട്ടോ. അപ്പോൾ മിക്കവാറും ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട് വലിയ മീനുകളൊക്കെ ആണെങ്കിൽ. അങ്ങനെ കറികളെല്ലാം റെഡിയാക്കി ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാണ്. ഈ സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കാം. മീൻ വറുത്തതും കറിയും പിന്നെ എന്തെങ്കിലും പച്ചക്കറിയും എല്ലാം കൂടെ ഒക്കെ ഉണ്ടാക്കാം. അല്ലാതെ വീക്ക് ഡേയ്സിലൊക്കെ ഇപ്പം ഷൈച്ചേട്ടൻ ഫുഡ് കൊണ്ടുപോകും. അപ്പോൾ ഒരു 1-2 കറി, ഒരു ചാറും ഒരു മെഴുക്ക് വരട്ടിയോ തോരനോ അങ്ങനെ എന്തെങ്കിലും. ഇനി രാത്രി ചിലപ്പം വരുമ്പോൾ ഒരു ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ എന്നാലും രാത്രി അത് കഴിവതും ഒഴിവാക്കും കേട്ടോ. എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഫിഷ് കഴിക്കാൻ നല്ലതാ. എനിക്ക് ഈ ഫിഷ് കിട്ടണ കുഞ്ഞില് കഴിച്ചിട്ടാണ്. പാറുക്കുട്ടിക്ക് ഇങ്ങനെ വീഡിയോയിൽ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ക്ലിപ്പ് എന്തെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്തില്ലെങ്കിൽ ആൾക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതുപോലെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ.